പോകുന്നത് കത്തോലിക്ക സഭയുടെ ആശങ്കകളെല്ലാം ഇടതു സർക്കാർ പരിഹരിച്ചെന്ന ജോസ് കെ മാണിയുടെ അവകാശവാദം തള്ളുകയാണ് മോൻസ് ജോസഫ്. സഭയ്ക്ക് കടുത്ത ആശങ്കകളുണ്ട്. ബിഷപ്പുമാരെ അവഹേളിച്ചതിന് തെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകും. സഭാ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ നിശബ്ദരാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നാണ് മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞത്. സഭകൾ പറഞ്ഞ എല്ലാ ആവശ്യവും നടത്തി കൊടുത്തു എന്നാണ് ഇന്നലെ ജോസ് കെ മാണി നമുക്ക് നൽകിയ അത്ഭുതം. ഒന്നും നടന്നില്ല. ഏത് ഞാനല്ല നിയമസഭ സഭ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി അധ്യാപക നിയമനം 4 വർഷം വെച്ച് താമസിപ്പിച്ചതിനും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുമാപ്പ് പറയട്ടെ. ആ അധ്യാപകർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലോ. ഞാനല്ല നിയമസഭ യുദ്ധം ചെയ്ത് മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ പ്രതിഷേധിച്ചു. അപ്പോൾ ബിഷപ്പ് സൈലന്റ് ആണ് എന്നുള്ളതാണ് സൈലന്റും ഇല്ല. അവർ സൈലന്റ് ആണോ ഇല്ലെന്ന് ഇലക്ഷൻ സൈലന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. UDF അധികാരത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബിഷപ്പുമാരോട് കളിച്ചാൽ അവരെ ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കേൾക്കാതിരുന്നാൽ പ്രതികാരം ഉണ്ടാവും. അവരുടെ വിശ്വാസികളൊട്ടി. ഇതാണ് മോൻസ് ജോസഫിന്റെ പ്രതികരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി അവകാശപ്പെട്ടത് സഭയുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി അവകാശപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെയായിരുന്നു: സഭ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും തൻ്റെ ഇടപെടലുണ്ടായി, ഇതോടെ ഈ വിഷയങ്ങൾ താൻ പൂർണ്ണമായും പരിഹരിച്ചു. സഭയ്ക്കിപ്പോൾ ഇടതുപക്ഷത്തോടോ കേരള കോൺഗ്രസിനോടോ എതിർപ്പില്ല എന്നതായിരുന്നു ജോസ് കെ മാണിയുടെ വാക്കുകൾ. ആ ഇഷ്യൂസ് കേരള കോൺഗ്രസ് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഇഷ്യൂസിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ UDFൽ ഞങ്ങളുള്ള ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അത് ക്രൈസ്തവ സഭയ്ക്കിൻ്റെ കാര്യം മാത്രമല്ല, പൊതുജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിന് പരിഹാരം കാണുവാൻ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരിക്കലും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ വനഭേദഗതി നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്തൊരു ഭേദഗതി വേണമെന്ന് പറഞ്ഞു. അത് നമ്മൾ കൊണ്ടുവന്നു. വനഭേദഗതി നിയമം വന്നപ്പോൾ അതെതിരായിട്ട് നമ്മുടെ കർഷകരെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ അസംബ്ലി നിയമസഭയെ കൊണ്ടുവരാനിരുന്നതല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. അത് വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് മാറ്റിവെച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. അത് നമുക്ക് കൊണ്ടുവന്നു. ജസ്റ്റിസ് JV കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. യെസ്, ഇതാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പ്രതികരിച്ച കാര്യം. ഒരു കാര്യം വ്യക്തമാണ്: കേരള കോൺഗ്രസുകളുടെ പ്രധാനപ്പെട്ട ആശങ്കയും അവകാശവാദവും സഭാ നേതൃത്വം ഒപ്പമുണ്ടാകുമോ, ഒപ്പമുണ്ട് എന്ന തുടങ്ങിയ വാദങ്ങളാണ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നമുക്ക് വ്യക്തമാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കൗണ്ടറാണ് ഇന്നലെ മോൻസ് ജോസഫ് ശ്രീജിത്തിനോട് പറഞ്ഞത്. അതായത് സഭാ നേതൃത്വം മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെന്ന് UDFിൻ്റെ ഭാഗമായ ജോസഫ് ഗ്രൂപ്പ് അവകാശപ്പെടുമ്പോൾ അതങ്ങനെയല്ലെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകളുടെ മുഖ്യ വിഷയം സഭ ഇത്തവണ ഒപ്പം ഉണ്ടാകുമോ എന്ന ആശങ്ക അവരെ കുഴയ്ക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ രാഷ്ട്രീയം? സജിത്ത്, തീർച്ചയായും പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ സഭയുടെ വോട്ടുകൾ, സഭയുടെ രാഷ്ട്രീയമൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ സഭാ വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷം സഭകൾ പല വിഷയങ്ങളും ഉയർത്തിയപ്പോൾ ജോസ് കെ മാണി ഇടപെട്ടുകൊണ്ട് അതിൽ ചില പരിഹാരമുണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയത്. അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനത്ത് തന്നെ മന്ത്രി V ശിവൻകുട്ടി എത്തിയത് പോലും ജോസ് കെ മാണിയുടെ ഇടപെടൽ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഇടപെടലൊക്കെ നടന്നെങ്കിലും വെച്ചു താമസിപ്പിക്കുന്നു, ഫലത്തിൽ നടപ്പായില്ല, സഭകൾ ആവശ്യപ്പെട്ട ഒരു കാര്യവും നടപ്പായില്ല എന്ന് തിരിച്ചു മറുപടി പറയാനാണ് മോൻസ് ജോസഫ് ശ്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജോസ് കെ മാണിയുടെ വാർത്ത പുറത്തുവിട്ടപ്പോൾ അടക്കം ഈ സമീപകാലത്ത് സഭാ പിതാക്കന്മാർ, ബിഷപ്പുമാർ ഈ വിഷയത്തിലൊന്നും തന്നെ കാര്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാരിനെതിരെയൊക്കെ ചില ഒളിയമ്പുകളെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ ആ നിശബ്ദത എന്ത് എന്ന് മറുപടി പറയുകയാണ് മോൻസ് ജോസഫ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ നിശബ്ദത, നിങ്ങൾ ഇപ്പോഴുള്ള ഈ നിശബ്ദത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ബിഷപ്പുമാരോട് കളിച്ചാൽ അതിൻ്റെ പ്രതികാരം എന്താകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. അതായത് മോൻസിന്റെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ UDF അടക്കം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിശബ്ദമായി ബിഷപ്പുമാർ
താഴെത്തട്ടിൽ അവരുടെ അനുയായികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകും. ഒരു പ്രതികാരം എന്ന വാക്കാണ് മോൻസ് ജോസഫ് ഉന്നയിച്ചത്. ആ പ്രതികാരം ഉണ്ടാകും, അങ്ങനെ UDF അധികാരത്തിൽ വരും എന്നാണ് മോൻസിന്റെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയും പിന്നാലെ ഇന്നലെ നിർമ്മല ജിമ്മിയും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളിലെല്ലാം മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ അധ്യാപന നിയമനം, ഏതാണ്ട് 20,000-ൽ പരം അധ്യാപകരുടെ നിയമനമുള്ളതാണ്. അത് കോടതിയലക്ഷ്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും സഭകളുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ച് കോടതിയിൽ നിലപാടെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത് ഇടത് സർക്കാരാണ്. ജോസ് കെ മാണിയുടെ ഒരു താരതമ്യപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ UDF-ൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇടതുമുന്നണിയിലുള്ളപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സഭകൾ ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ. എന്തായാലും ഇക്കാര്യത്തിൽ പക്ഷേ സജിത്ത് ഇപ്പോഴും സഭകളുടെ മൗനം തുടരുകയാണ്. ജോസ് കെ മാണി പറഞ്ഞതുപോലെയാണോ, മോൻസ് ജോസഫ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ വരിക എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്, വിശുദ്ധവാരം വരികയാണ്. അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇടയലേഖനങ്ങളും മറ്റും പല വിഷയത്തിലും മലയോര മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭകൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭകൾ ഉന്നയിക്കാറുണ്ട്. അത് ഉന്നയിക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ അടക്കം കർഷകരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് സമരരംഗത്തിറങ്ങിയ ആളാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ തോമസ് തറയിൽ. ഒപ്പം തന്നെ തലശ്ശേരിയും താമരശ്ശേരി ഇതേപോലുള്ള രൂപതകളും അതിരൂപതകളും ഒക്കെ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഭിന്നശേഷി അധ്യാപന നിയമനത്തിൽ ചങ്ങനാശ്ശേരി ബിഷപ്പ് അവസാനമായി സംസാരിച്ചത്. തുടർന്ന് ഇനി എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമോ, പ്രതികരണങ്ങൾ വരുമോ, ഇടയലേഖനങ്ങൾ വരുമോ, സർക്കുലറുകൾ മറ്റെന്തെങ്കിലും തരത്തിൽ വരുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അതല്ല ഈ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥം മോൻസ് ജോസഫ് പറഞ്ഞതുപോലെ ഉണ്ടാകുമോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരുന്ന് കാണാനേ നിവൃത്തിയുള്ളൂ. സജിത്ത്. യെസ് ശ്രീജിത്ത്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു സസ്പെൻസ് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ജോസ് കെ മാണി അവകാശപ്പെടുന്നത് പോലെ അല്ല എന്ന് മോൻസ് ജോസഫ് പറയുന്നു. പക്ഷേ ഇത് വ്യക്തമാക്കപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ എന്താണ് നിലപാട്? സഭാ നേതൃത്വം ഒരു പരസ്യ നിലപാടെടുക്കുമോ? ഇനി അങ്ങോട്ടുള്ള ദിവസം നിർണായകമാണ്. ആ ദിവസങ്ങളിൽ ഒരു പരസ്യ നീക്കം ഉണ്ടാകുമോ? അതല്ലെങ്കിൽ മനസ്സിൽ ചില കാര്യങ്ങൾ വെച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ പ്രതിഫലിക്കുക എന്നൊരു നിർദ്ദേശം കൂടി നടപ്പിലാക്കുമോ എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.